സഹോദരന്മാരോടൊക്കെയും അങ്ങനെ തന്നെ ആചരിച്ചും പോരുന്നുവല്ലോ. അതെ, നാം അറിയുന്ന സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുവാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ആ വചനം നമ്മെ വിധിക്കും. കർത്താവ് പരീശന്മാർ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിധിപ്പാൻ വന്നതല്ല, നിങ്ങളെ വിധിക്കുന്ന ഒരുവൻ നിങ്ങളുടെ ഉണ്ട്. ആരാ? മോശെ. മോശെ നിങ്ങളെ വിധിക്കും എന്ന് പറഞ്ഞാൽ മോശെ എഴുതിയ പ്രമാണങ്ങൾ നിങ്ങൾ വിധിക്കും. ഈ കൊണ്ടു നടക്കുന്ന ഈ കറുത്ത പുസ്തകമുണ്ടല്ലോ, നമ്മെ വിധിക്കുവാൻ പ്രാപ്തിയുള്ള ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. അതിനെ മറുത്ത് നാം ചെയ്യരുത്. ചരിത്രം പഠിപ്പിക്കുന്ന പാഠങ്ങള് നാം മറന്നുപോകുന്നു. സോറി കേട്ടോ, ഞാൻ 2 മിനിറ്റോട്ട് അവസാനിപ്പിച്ചേക്കാം, സമയം കഴിഞ്ഞു തോന്നുന്നു. ചരിത്രം പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇതാദ്യമായിട്ടല്ല, മുൻപും നടന്നിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട്. ഓക്കെ, എന്നെ വേദനിപ്പിക്കുന്ന വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ്. ഒരു കർത്താവിന്റെ ദാസനെ ഒരു തുറന്ന കത്തെഴുതി മാറ്റി നിർത്തി. ആരെയും മാറ്റി നിർത്താൻ പാടില്ല, ആവശ്യമില്ല. അടൂര് നടന്നതായ ഒരു പ്രതിപുരുഷന്മാരുടെ യോഗത്തിൽ ബോംബെയിലായിരുന്നു. എന്നെയും ക്ഷണിച്ചു. ഞാൻ ചെന്നു, ഞാൻ പ്രസംഗിച്ചത് ഈ വിഷയമായിരുന്നു. എന്താണത്? അന്യോന്യം നിരന്നുകൊള്ളുവിനെന്ന് ലോകത്തോട് പറവാൻ നമ്മുടെ അധികാരം ആദ്യമായി നാം അന്യോന്യം നിരക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ, അല്ലാതെ സുവിശേഷം പറവാൻ നമുക്കെന്താണ് അവകാശമെന്ന് പറഞ്ഞു. എന്നവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള സഹോദരന്മാരിൽ ഞാൻ എൻ്റെ പിതൃതുല്യരായ 2 സഹോദരന്മാര്, ടി കെ ശാമുൽ സാറും മാമൻ കുര്യൻ സാറും, യോഗം കഴിഞ്ഞ് സ്വല്പസമയം കഴിഞ്ഞ് ആലോചിച്ച് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, സഹോദര, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾ പുറകെ നിൽക്കാം. ചില മാസങ്ങൾ എടുക്കേണ്ടി വന്നു, ആ പ്രശ്നം തീർന്നു. പറഞ്ഞത്, നാം സഹോദരന്മാരാണ്, ദൈവസ്നേഹത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരാണ്. അന്യോന്യം സ്നേഹിപ്പാൻ, സഹകരിപ്പാൻ, അന്യോന്യം ഭാരങ്ങളെ ചുമക്കുവാൻ നാം ബാധ്യസ്ഥരാണ് എന്നുള്ളത് നാം ഓർക്കണം. നാം ഒന്നാണ് എന്ന് ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അടുത്ത കൺവെൻഷൻ നടക്കുന്നതിന് മുൻപ് ഈ പ്രശ്നം തീരണം. എന്തിന് അടുത്ത കൺവെൻഷൻ? അടുത്ത തിരുവത്താഴത്തിന് മുൻപ് തീരാവുന്നതേ ഉള്ളൂ ഇത്. കാരണം നമുക്ക് പ്രശ്നമില്ല. അതാണ് വലിയ പ്രശ്നം. തീരാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല നമ്മുടെ മുൻപിൽ എന്ന് നാം ഓർക്കണം. ദൈവമക്കളായ നാം ആരാണെന്ന് ഒരിക്കലും മറക്കരുത്. അയോഗ്യരായ നമ്മെ നീതീകരിച്ച് യോഗ്യരായി എണ്ണിയാണ് ദൈവം തന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ചത്. തിരുവത്താഴം ഭക്ഷിക്കുമ്പോൾ തന്നെത്താൻ വിധിച്ച് ശരീരത്തെ വിവേചിച്ച് നാം ചെയ്യണം. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ആരാധനയും യോഗങ്ങളും കൺവെൻഷനുകളും നടക്കുന്നത് ദൈവനാമത്തിന് മഹത്വത്തിനല്ല എന്ന് നാം ഓർക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ പ്രബന്ധമെന്നോ കീനോട്ട് അഡ്രസ് എന്നോ എന്ത് പറഞ്ഞാലും ഒരു കാര്യം മാത്രം, നാം ദൈവത്താൽ പഠിച്ചൊരു കാര്യമുണ്ട്, അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളത്. ആ സ്നേഹം ദൈവസ്നേഹമാണ്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു പറവാൻ നമ്മൾക്കെന്ത് അധികാരം ദൈവമക്കളെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ചെന്നിച്ച് ചേരി വരിക, സകല പ്രശ്നങ്ങളും കഴിയും. ഒരുത്തൻ കൂടുതലെടുത്താലും കുറച്ചെടുത്താലും കൂടുതൽ കൊടുത്താലും കുറച്ച് കൊടുത്താലും നാം ഒരപ്പൻ്റെ മക്കളാണെന്ന് ഓർത്താൽ മാത്രം മതി. നാം മേശയ്ക്ക് ചുറ്റും കൂടിയിരിക്കുമ്പോൾ സകല പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. ഈ ബലഹീനമായ വാക്കുകൾ ദൈവം അതിനായിട്ട് എടുത്തുപയോഗിക്കട്ടെ. ഒരു മനസ്സോടെ ഒരുങ്ങി നിൽക്കാം നാം എന്നുള്ളത് ഒരു പാട്ടുണ്ടല്ലോ. അതെ, ഒരു മനസ്സ് നമുക്ക് ദൈവം തരട്ടെ. ദൈവം തന്നാൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മനുഷ്യ പ്രയത്നം ഇത് വൃഥാവാണ്. ദൈവം പ്രവർത്തിക്കട്ടെ. അതിനുവേണ്ടി കാത്തിരിക്കാം, തന്നെത്താൻ ഒരുക്കാം. ദൈവനാമം എന്നുവെന്ന് മഹത്വപ്രദമാകട്ടെ. ഈ അവസരം എനിക്ക് തന്ന ഇവിടെയുള്ളതായിട്ടുള്ള എല്ലാ ചുമതലപ്പെട്ട സഹോദരന്മാരോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. ഇത്ര വിശാലമായൊരു ഹാളിൽ നിന്ന് നമ്മുടെ കുമ്മനാട് സംസാരിപ്പാൻ ഒന്നിച്ചു കൂടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.